വേണി ചേച്ചി സുഖല്ലേ? പരമസുഖം. ആ ഞാൻ വരാന്ന് പറഞ്ഞായിരുന്ന മെസ്സേജ് കിട്ടിയില്ലേ? മെസ്സേജ് കിട്ടി. ഓക്കെ. ആ ഇത് ഞാനേ വേണി ചേച്ചിയുടെ വെറുതെ പഴയ കാര്യങ്ങളും പുതിയ കാര്യങ്ങളും ഒക്കെ അറിയാൻ വേണ്ടിട്ടാ വന്നിരിക്കണേ കേട്ടോ. ഉം, ഉം. ഇപ്പൊ പണിയൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഇരിക്കണേ? പണിയൊക്കെ കഴിഞ്ഞു. വേണി ചേച്ചി എന്തെങ്കിലും ഒരു ഹോബി ഒക്കെ ഉണ്ട്? എങ്ങനെ നേരം പോണു? എന്താണ് ഇപ്പോഴത്തെ ഒരു ദിനചര്യ രാവിലെ തൊട്ട്? 4:30 എനിക്കും ആ, 4:30 എനിക്കും ആ, മിക്ക ദിവസവും. ഉം, ഇന്നിപ്പോൾ 6:30 എൻ്റെ ഇപ്പോൾ. ഉം, ചില ദിവസം രാത്രി ഉറക്കം കിട്ടില്ല. ഈ ടി വി ഒക്കെ കണ്ടിട്ടേ ഫോണിലൊക്കെ നോക്കിയിരുന്നിട്ട് ഫേസ്ബുക്കൊക്കെ നോക്കും. ഉം, അപ്പോൾ വാട്സപ്പ് നോക്കും, ഫേസ്ബുക്ക് നോക്കും, വേറെ ഒന്നും നോക്കില്ല. അപ്പോൾ ചിലപ്പോൾ അതിലങ്ങോട്ട് മുഴുകിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് നോക്കിയിരുന്നിട്ട് പിന്നെ ഉറക്കം വരില്ല. അപ്പോൾ രാത്രിയൊക്കെ എനിക്കും രാത്രി എനിക്ക് കട്ടൻ ചായയൊക്കെ തിളപ്പിച്ച് കുടിക്കും. അങ്ങനെയൊക്കെയാണ്. ഉറക്കം കിട്ടണ ദിവസം 4:30 എനിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? 4:30 എനിക്ക് അവനവൻ്റെ കാര്യം ബാത്റൂമിലൊക്കെ പോയി ഈശ്വരനെയൊക്കെ പ്രാർത്ഥിച്ച് അടിക്കും. ഇവിടെയൊക്കെ അടിക്കും. വീടിൻ്റെ ഉള്ളിലൊക്കെ അടിച്ച് ദിവസേന തുടയ്ക്കില്ല, ഒന്നരാടം തുടയ്ക്കും. പിന്നെ ഒരു പണിക്കാരി വരുന്നുണ്ട്, ആഴ്ചയിൽ ഒരു ദിവസം വരുന്നുണ്ട്. അപ്പോൾ തുടയ്ക്കും. അത് കഴിഞ്ഞ് പിന്നെ അത്യാവശ്യം മിറ്റമൊക്കെ അടിക്കും. കുറേ സ്ഥലം ഉണ്ടല്ല, അത്യാവശ്യം ചവറുണ്ടെന്നുണ്ടെങ്കിൽ മിറ്റടിക്കും. അത് കഴിഞ്ഞ് കുളിക്കും. നേരത്തെ കുളി കഴിയും. കുളിച്ച് ചന്ദനമൊക്കെ തൊട്ട് എന്നൊരു ചന്ദനക്കുരിയ, മറ്റേ പൊട്ടൊന്നും ഞാൻ തൊടില്ല. പ്രാർത്ഥിച്ച് വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച് എന്നിട്ടാണ് അടുക്കളയ്ക്ക് പോവുക. കുളിയൊക്കെ കഴിഞ്ഞിട്ട് പോവാം. അടുക്കളയിൽ പോയി വെള്ളമൊക്കെ ചോറൊക്കെ വെച്ച് കൂട്ടാൻ വെച്ച് ഒരു ദിവസം വെച്ച് കഴിഞ്ഞാൽ 2 ദിവസത്തേക്കൊക്കെ ഉണ്ടാവും. പിന്നെ കാലത്ത് പലഹാരം എന്നും ഉണ്ടാക്കും. ചില ദിവസം പൊടിയരിക്കഞ്ഞി ഉണ്ടാക്കും. പൊടി അപ്പോൾ കാലത്ത് ലേശം കുടിക്കും, മറ്റേത് രാത്രിയിലേക്ക് എടുത്ത് വയ്ക്കും. ഉച്ചയ്ക്ക് ചോറുണ്ണും, അത് നിർബന്ധമാണ്. ഒരു നേരം ചോറുണ്ണണം നിർബന്ധമാണ്. ചില ദിവസം വൈകുന്നേരം ചോറുണ്ണും. അത് കഴിയും. പിന്നെ ആരും ഇല്ലാത്തപ്പോൾ 12 മണിയാകുമ്പോഴേക്കും ചോറുണ്ണും. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം പുറത്തൊക്കെ നടക്കും. പറമ്പിലാണ് എപ്പോഴും. ആര് വിളിച്ചാലും ഫോൺ എടുക്കണില്ല എന്നുള്ള കംപ്ലൈൻറ്റാണ്. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പിള്ളേരെ പോലെ ഈ കീസയിലിട്ടിട്ട് നടക്കില്ല ഫോൺ. അപ്പം ഞാൻ ഫോൺ ഇവിടെ ഒരു ദിക്കിൽ വെച്ചിട്ട് പോവും. അങ്ങനെ പോയി പറമ്പിലൊക്കെ നടന്ന് കുറേ കുടപ്പുളിയുണ്ട്, വാഴ ഇത് ജാതിക്കയുണ്ട്, അതൊക്കെ നോക്കി കഴിഞ്ഞ് പിന്നെ തിരുമ്പാനുള്ളതൊക്കെ തിരുമ്പും. കല്ലുമല തിരുമ്പുള്ളൂ, കുറേ ഉണ്ട്. കുളിക്കുക ബാത്റൂമിൽ. കുളത്തിലല്ല, കല്ലുമ്മല് തിരുമ്പും. വാഷിംഗ് മെഷീനിൽ ഇടില്ല. പിന്നെ കുറേ ദിവസം വല്ല വയ്യായൊക്കെ ഉണ്ടെങ്കിൽ ഒരുമിച്ചിടുള്ളൂ. ഇതൊരു 2 മുണ്ട് ഇതൊക്കെ അല്ലേ ഉള്ളൂ. തിരുമ്പും, കല്ലുമ്മലിട്ട് തിരുമ്പും. തെങ്ങൊന്നുമില്ല, നിറച്ച് തെങ്ങൊന്നുമില്ല, ഒക്കെ കേടുവന്ന് പോയി. നനയ്ക്കണത് പണ്ടൊരു 2 കൊല്ലം മുമ്പ് വരെ ഞാനായിരുന്നു. 15 മീറ്റർ പൈപ്പ് ഇട്ടിട്ട് ഞാൻ നനയ്ക്കും, ഓസ് കൊണ്ട്. പിന്നെ ഇപ്പോൾ ഒരു ചെക്കനുണ്ട്, ഞാൻ വീണിട്ട് കയ്യിന് അതൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പയ്യൻ വന്ന് നനയ്ക്കും. എല്ലാം നനയ്ക്കാറില്ല. ഇപ്പോൾ പൈപ്പ് പിടിക്കുന്ന നനക്കാറില്ല. ഉച്ചയ്ക്ക് ഉറക്കില്ല. ഉച്ചയ്ക്ക് ചില ദിവസമേ ഉറങ്ങുള്ളൂ. ചില ദിവസം 10 മിനിറ്റ്. ആ നേരത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അത്യാവശ്യം പണികളൊക്കെ ഉണ്ടാവും, പുറത്ത് പണികളൊക്കെ ഉണ്ടാവും. ഇപ്പം മിണ്ടാണ്ടിരിക്കാൻ തോന്നില്ല. ഇപ്പോൾ പണിയെടുത്ത് ശീലമായി നമ്മുടെ പിന്നാലെ നടന്നിട്ടേ. ഇതുവരെ കുഴപ്പമില്ല. ഇന്നത്തെ വരെ കുഴപ്പമില്ല. 76 വയസ്സായി, ഒരു കുഴപ്പമില്ല. ചക്കര ഇട്ടിട്ട് അത്യാവശ്യം ചായ കുടിക്കുക. ശർക്കരയല്ല, ചക്കര. ചക്കര, പനഞ്ചക്കര. അതിനധികം മധുരമില്ല. പിന്നെ രാത്രി ഒരു സീരിയൽ കാണും, അരമണിക്കൂർ. അത് കഴിഞ്ഞാൽ പിന്നെ 8 മണിയാകുമ്പോഴേക്കും പിന്നെ പാത്രമൊക്കെ കഴുകി അത് 7 മണിക്ക് ഭക്ഷണം കഴിക്കും. വൈകുന്നേരം 8 മണി കഴിയുമ്പോഴേക്കും കെടുക്കും. അപ്പം എല്ലാവരും പറയണത് ചേച്ചിയെ വിളിച്ചിട്ട് കിട്ടണില്ല. ഞാൻ അപ്പോഴേക്കും ഉറങ്ങും. അഥവാ ഉറക്കം ഇല്ല. ഫോൺ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഉണർന്നു കഴിഞ്ഞാൽ ഉറക്കം വരില്ല. നടപ്പരയിൽ വെച്ചിട്ട് ഞാൻ അകത്ത് ചെന്ന് കിടക്കും. അതാണ്. പിന്നെ അഥവാ ഞാൻ ഉറങ്ങാണ്ട് കിടന്നാലും കേട്ട് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ എടുക്കില്ല, ഫോൺ എടുക്കില്ല. ഫോൺ എടുത്ത് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉറക്കം വരില്ല. ഉറക്കം പ്രധാനമാണെന്ന് ഇപ്പോൾ ഈ പുസ്തകത്തിൽ നിന്ന് മതി എന്നൊക്കെ വായിക്കുന്നുണ്ടേ. അത് കാരണം വായന പേപ്പർ വായിക്കും. പിന്നെ ന്യൂസ് പേപ്പർ ഉണ്ട്, പിന്നെ വനിത ഇതൊക്കെ ഉണ്ടായിരുന്നു. മാഗസീനൊക്കെ വരുത്താറുണ്ട്, പക്ഷെ അതൊക്കെ നിർത്തിപ്പോൾ. പേപ്പർ മാത്രം. എന്താണ് വേണ്ടി തലമുടി ഇങ്ങനെ ആക്കിയത്? നല്ല ഭംഗിയുണ്ട്. തലമുടി ഒരു പ്രാവശ്യം
എനിക്ക് ആൺപിള്ളേരെയാണ് പണ്ടേ ഇഷ്ടം. ആ, പണ്ട് കുട്ടിക്കാലത്തെ തന്നെ തോർത്തുമുണ്ടൊക്കെ കൊടുത്ത്, പക്ഷാഘാതം. ആ പോട്ടെ. കുട്ടിക്കാലത്ത് തോർത്തുമുണ്ടൊക്കെ കൊടുത്ത് ഉം. ഒരു കത്തിയും കൊണ്ട് നടക്കും പറമ്പിൽ അച്ഛനൊക്കെ ഇല്ലപ്പോ. ആര്? ഞാൻ ആണുങ്ങൾ പിള്ളേരെ ആ കാര്യം. പിള്ളേരെ പോലെ ആ. ഒരു മുണ്ടൊക്കെ കൊടുത്ത് മടിക്കും തോത്തിയൊക്കെ. റൗഡിയാണ്. ആ ഉം. ചെറുപ്പത്തിലിട്ടാ ആ. ചെറുപ്പത്തിൽ അങ്ങനെയാണ്. ഇത് ഒരു ആക്സിഡന്റ്, ഡൽഹിക്ക് ഞങ്ങൾ ടൂർ പോയി. ഉം, ഉം. അപ്പോൾ അവിടെ ഒരു വീഴ്ച കിട്ടി. ഉം. അപ്പോൾ വീണിട്ട് മസിൽ ചതഞ്ഞു. ഓ. മസിൽ ചതഞ്ഞപ്പോൾ അവിടെ 2 ആഴ്ച ഉണ്ടായിരുന്നു. ഉം. അതുകൊണ്ട് ഇവിടെ വന്നതിന് ശേഷം കൈ പൊന്തിക്കാൻ പറ്റിയിരുന്നില്ല. ആ. അപ്പോൾ തലമുടി കെട്ടാൻ പറ്റില്ല, കേട്ടാ. ഉം, ഉം. ജാക്കറ്റ് ഇടാൻ പറ്റില്ല. ഉം, ഉം. അപ്പം അങ്ങനെ തലമുടി വെട്ടിക്കളഞ്ഞതാ. പിന്നെ ഇപ്പം വളർത്താൻ ഇഷ്ടമില്ല. സുഖം കണ്ടു. ഇപ്പം സുഖം കണ്ടു. ഈ കുളിച്ചൊക്കെ വന്ന് ആണുങ്ങളെ പോലെ അല്ല അതന്നെ മോളെന്തിപ്പം തല അങ്ങനെ കാണിച്ച് ഒരു തലമുടി ഇങ്ങനെ കാണിച്ച് എന്താ അവസ്ഥ എന്നൊക്കെ മോളെ ഇടയ്ക്ക് പറയും. രജനീകാന്തിന്റെ ഒക്കെ സ്റ്റൈല്. ഇപ്പം ഇതിന് ഇഷ്ടം. എല്ലാവരും പറയണത് ടീച്ചറെ ഇത് തന്നെയാണ് സ്റ്റൈല്, ഇതിന് ഭംഗി, ടീച്ചർ ഇനി തലമുടി വളർത്തണ്ട കേട്ടോ. പുറമെ ചുരിദാർ മാറ്റി ജീൻസ് ആക്കണം. അയ്യോ അത് രസാ. അപ്പൊ ഇതിപ്പോ കണ്ട തനി മതാമ ആരും പറയില്ല. പുറമേ കാണുന്നവരൊക്കെ പറയും ടീച്ചറെ ഇത് മതിയിട്ട് അതിന് നല്ലത്, ഇതിന് നല്ലതെന്ന് പറയും ഉം, ഉം. എല്ലാവരും കാണുമ്പോഴും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോകും, മരുന്ന് മേടിക്കണം, പച്ചക്കറി മേടിക്കണം, സാധനങ്ങൾ മേടിക്കണം. ട്രഷറിയിൽ പോകും മാസം ഒരു ദിവസം. ഒക്കെ എന്തില് ബസ്സിലാ പോവാ? അല്ല ബസ്സിൽ ഇപ്പോൾ പോകണില്ല. എന്താ വെച്ചാൽ ഇത് കിട്ടില്ല ബസ്സിൽ കയറി നിന്നാൽ. അപ്പോൾ ഓട്ടോറിക്ഷയിൽ അകലേക്ക് വെച്ചാൽ കാറ് ബസ്സുകളൊക്കെ ഭയങ്കര പൊക്ക. നമ്മൾ കയറുമ്പോഴേക്കും ചിലപ്പോൾ വിടേ. അപ്പോൾ വീണ് കഴിഞ്ഞാൽ പിന്നെ ആരാ നോക്കുക? ഇവിടുത്തെ എല്ലാ കാര്യത്തിനും സ്വന്തം പോകും. സ്വന്തം പോകും. മക്കളുടെ കാര്യം നോക്കണുണ്ട് അത്യാവശ്യം. ഇതുവരെ നമ്മൾ പറയണം എന്റെ ജീവിതത്തിൽ നിന്ന് ഞാനൊരു പാഠം പഠിച്ചു. അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും ആ പാഠം? അതെ, നമുക്ക് പറ്റണ സഹായം മറ്റുള്ളവർക്ക് ചെയ്യാം. അതാണ് ഏറ്റവും പ്രധാനം. പറ്റണ സഹായം പൈസയായിട്ട് വേണമെന്നില്ല, ശരീരം കൊണ്ടാ. നാളിതുപോലെ തന്നെ ഒരു പ്രാവശ്യം ഞാൻ ഡോക്ടറെ അടുത്ത് പോയി. ഒരു എന്തുട്ടിൻ്റെ അനിയൻ ചേട്ടനെയും കൊണ്ട് പോയതാ. ഷുഗറിൻ്റെ ഇവിടെ 17-ാം കല്ലിൻ്റെ അവിടേക്ക് പോയപ്പോൾ കുറേ ആൾക്കാരുണ്ട്. ഒരു നല്ല മഴ. അങ്ങനെ പോയിട്ട് വരുമ്പോൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ട് ഒരു മുസ്ലിം സ്ത്രീ ഇങ്ങനെ ഓട്ടോറിക്ഷ കൊണ്ടുവന്നു. അതിൻ്റെ ഭർത്താവാണോ കൂടെ ഉണ്ടായിരുന്നത് അതോ മോനാണോ എന്ന് എനിക്കറിയില്ല. ഓട്ടോറിക്ഷയിലേക്ക് പോയപ്പോൾ സ്ത്രീക്ക് കയറാൻ പറ്റണില്ല. അത്രയ്ക്കും അവശതയെ. ചെറുപ്പമാണ്, പക്ഷെ എന്തോ അസുഖം ഉണ്ട് അതിന്, കയറാൻ പറ്റണില്ല. ഇന്നാ ഈ ഡ്രൈവറോ അല്ലെങ്കിൽ കൂടെയുള്ള ആളോ പിടിച്ച് കയറ്റണില്ല. ഇത് കയറും ഇറങ്ങും. എന്നിട്ട് ഇങ്ങനെ നോക്കുക. നമ്മളെ ഓരോരുത്തരും ഇങ്ങനെ നിസ്സഹായമായിട്ട് നോക്കില്ലേ, അതുപോലെ. അപ്പം ഞാൻ വേഗം ചെന്ന്, മഴയത്താണ് നിൽക്കണത്, ഞാൻ വേഗം ചെന്ന്. പക്ഷേ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. പിടിച്ച് പൊന്തിച്ച് കയറ്റി കൊടുത്തു. കയറ്റി കൊടുത്ത് അവിടെ ഇരുത്തി. അപ്പം അതിൻ്റെ കൂടെയുള്ള ആൾ വന്ന് അതിൻ്റെ അടുത്തിരുന്നു. എനിക്ക് ദേഷ്യം വന്നു, ശരിക്കും എനിക്ക് ദേഷ്യം വന്നു. അത് ആരാ കൂടെ ഉണ്ടായെന്ന് എനിക്കറിയില്ല. ഭാര്യ അല്ല ഭർത്താവാണോ മകനാണോ ഇനി അടുത്തുള്ള ആൾക്കാരാണോ? അപ്പം ആ ഡ്രൈവർക്കെങ്കിലും ചെയ്യായിരുന്നതേ. അത് ചെയ്തില്ല. അപ്പം അങ്ങനെയൊക്കെ എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ. നമ്മൾക്ക് ഇപ്പോഴത്തെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. മറ്റുള്ളവരെ സഹായിക്കുക, പറ്റണത്തോളം സഹായിക്കുക, ഉപദ്രവിക്കാണ്ടിരിക്കുക, നല്ല പെരുമാറ്റം നന്നാവണം, പെരുമാറാൻ അറിയണം. ചിലർക്ക് അങ്ങനെയാണ് വാക്കുകൊണ്ട്. അതന്നെ, പെരുമാറാൻ അറിയണം. ഇന്നത്തെ കാലത്തെ ആൾക്കാർക്ക് ദേഷ്യം വരുമ്പോഴേക്കും അങ്ങോട്ട് വച്ചെടുക്കും. മനസ്സ് കൺട്രോളില്ല. ചിലപ്പോൾ അവരുടെ ഇതുകൊണ്ടായിരിക്കും, പൈസ ഇല്ലാണ്ടോ അതോ ആരോഗ്യക്കുറവുകൊണ്ടോ എന്താണ് ആയിരിക്കും. പക്ഷെ അത് കഴിയണതും അങ്ങനെ പെരുമാറുക മറ്റുള്ള പ്രായമായവരോട് പ്രത്യേകിച്ചും. എനിക്ക് പ്രായമായവരെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അമ്മ എപ്പോഴും ആലോചിക്കും. എപ്പോഴും പറയുമ്പോൾ എനിക്ക് സങ്കടം വരാം. എന്നാലും ഇപ്പൊ നേരത്തെ പറഞ്ഞ നമ്മള് വേറെ സംസാരിച്ചപ്പോ പറഞ്ഞ മാതിരി അമ്മ മരിക്കണവരെ നല്ലോണം നോക്കി നല്ല ഇപ്പോഴും അമ്മ ഉണ്ടെങ്കിൽ അതിനേക്കാൾ അന്ന് സ്കൂളിലുള്ളപ്പോഴാണേ നഴ്സിനെ വെച്ചാൽ നോക്കിയായിരുന്നേ. ഇപ്പോഴും അമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ ആൾക്കാർ. ഞാൻ എന്നും 4 മണിക്ക് വരുമ്പോൾ അമ്മയ്ക്ക് പലഹാരം മേടിച്ചുകൊണ്ട് വരും. അമ്മയ്ക്ക് മാത്രമല്ല പിള്ളേർക്കും കുട്ടികൾക്കും പലഹാരം. അപ്പം എന്നും ഒരാൾ ചോദിക്കും എന്തുട്ട് ടീച്ചർ ഈ സഞ്ചിയിൽ കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയ്ക്ക് തിന്നാൻ, കുട്ടികൾക്കും ചെറിയ കുട്ടികളല്ലേ കഴിക്കാൻ. അങ്ങനെയാണ് അമ്മയെന്നാണ് ഞാൻ പഠിച്ചേക്കണത്. ഇത്ര വരെ എത്തിയത് അമ്മയുടെ എന്താ പറയാ ഓർമ്മയുള്ളതുകൊണ്ട്. നല്ലതേ ചെയ്യുള്ളൂ. ദേഷ്യം വരുമ്പോൾ മക്കളെയൊക്കെ ചീത്ത പറയിട്ടാ. ചീത്ത പറയും. നല്ല കാര്യത്തിന് അവർ നന്നാവാൻ വേണ്ടിയിട്ടാ ചീത്ത പറയണേ. മക്കള് ചീത്തയാവാൻ നമ്മൾ ശ്രമിക്കില്ലല്ലോ, ആഗ്രഹിക്കില്ല. ചീത്ത പറയും.
എപ്പോഴും ചീത്ത പറയും. അപ്പം മോള് പറയും ഇത്രയും വലുതായി മക്കളൊക്കെ എന്നിട്ടും തുട്ടിനെ ചീത്ത പറഞ്ഞേന്ന് പറയും. പക്ഷേ നമുക്ക് നമ്മുടെ മക്കൾ തന്നെയാണ്. മക്കൾ തന്നെയാണ്. ആ അതന്നെ.